സ്പൂക്കി ബഡീസ് ലെറ്റ് സ്റ്റാർട്ട്. 1937 ഒരു ഹാലോവിൻ രാത്രി നമ്മുടെ ഫേൺഫീൽഡില് അങ്ങ് അറ്റത്തായുള്ള ഡ്രാക്കുള കോട്ട പോലെയുള്ള കോട്ടയിൽ വാർലോക്ക് എന്ന മാന്ത്രികനും അയാളുടെ മൂങ്ങ ഫ്രണ്ടായ ഹൂട്ടും ചേർന്ന് ഒരു ദുർമന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനാവശ്യത്തിന് ഒരേ രക്തമുള്ള 5 പട്ടിക്കുട്ടികളെയും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൂർണ്ണ ചന്ദ്രനുള്ള ഈ ഹാലോവിൻ രാത്രിയിൽ നരകത്തിന്റെ കാവൽക്കാരനായ ഹാലോവിൻ ഹൗണ്ടിനെ വിളിച്ചു വരുത്തി ഭൂതപ്രേത പിശാചുക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. അതാണ് അയാളുടെ ആവശ്യം. ഈ കാര്യം അറിഞ്ഞ നാട്ടുകാരും പോലീസുകാരും ഈ കോട്ട തന്നെ വളഞ്ഞിരിക്കുന്നു. വാർലോക്ക് ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലി ഹാലോവിൻ ഹൗണ്ടിനെ വിളിച്ചു വരുത്തി. നിനക്കാവശ്യമുള്ള ഒരേ രക്തമുള്ള 5 പട്ടിക്കുട്ടികളിതാ. ഇവരുടെ ആത്മാവെടുത്ത് എനിക്ക് വേണ്ട ഭൂതപ്രേത പിശാചുക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവരൂ. ഫേൺഫീൽഡിനെ ഞാൻ ഭരിക്കും, നമ്മൾ ഭരിക്കും ആ ഭൂതപ്രേത പിശാചുക്കൾ കൊണ്ടെന്ന് ഹാലോവിൻ ഹൗണ്ടിനോട് വാർലോക്ക് ആജ്ഞാപിക്കുകയാണ്. ഹാലോവിൻ ഹൗണ്ട് ഒരു പ്രത്യേക നിറത്തിലെ വാതകം പുറത്തേക്ക് കൊണ്ടുവന്ന് ഓരോരോ പട്ടിക്കുട്ടികളുടെയും ആത്മാക്കളെ പുറത്തേക്ക് എടുക്കുന്നു. ഈ സമയത്ത് ഇതിലെ ഒരു പട്ടിക്കുട്ടിയുടെ ഓണറായ ജോസഫ് പിപ്പേ എന്ന് വിളിക്കുന്നു. ഉടനടി പിപ്പെന്ന് പേരുള്ള പട്ടിക്കുട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടാനായി തുനിഞ്ഞു. അതിന് പിറകെ വാർലോക്കും ചെല്ലുകയാണ്. അപ്പോഴേക്ക് ആളുകൾ കോട്ടയുടെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിപ്പിനെ അവർക്ക് കൊടുക്കാനായി വാർലോക്കിന് സമ്മതമായിരുന്നില്ല. പിപ്പിനെ കൂട്ടിക്കൊണ്ട് ഇവർ അകത്തേക്ക് പോയി. എന്നാൽ നേരം ഒരുപാട് കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ ഹാലോവിൻ നൈറ്റ് അവസാനിച്ച് ദേ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. അങ്ങനെ മന്ത്രവാദം പാതി വഴിയിൽ നിന്നു. അതുകൊണ്ടൊക്കെ തന്നെ വാർലോക്കും ഹാലോവിൻ ഹൗണ്ടും അവിടെ ഒരു മാന്ത്രിക കണ്ണാടിയുണ്ട്, അതിനകത്ത് അകപ്പെട്ടു. നമ്മുടെ പിപ്പാണെങ്കിൽ ഇപ്പോൾ ശില പോലെ ആയെങ്കിലും അവന്റെ ആത്മാവ് ഈ കോട്ടയിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പാണ്. പിപ്പിന്റെ ആ ഒരു ശില എടുത്തോണ്ട് നമ്മുടെ ജോസഫും പോലീസുകാരും എല്ലാവരും പുറത്തേക്ക് വന്നു. എന്നാൽ പിപ്പിന്റെ ശബ്ദം കേട്ട പോലീസുകാരൻ ഇവിടെ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് ഈ വാതില് അടച്ചു പൂട്ടുകയാണ്. ഒരു ശാപം പോലെ വാർലോക്കും ഹാലോവിൻ ഹൗണ്ടും പുറത്തു വരാതെ നമ്മുടെ പിപ്പിന്റെ ആത്മാവിനും പുറത്തോട്ട് വരാൻ സാധിക്കില്ല. പോലീസുകാരൻ പ്രേതബാധയുള്ള വീടാണെന്ന് പറഞ്ഞ് ഈ കോട്ട തന്നെ അടച്ചു പൂട്ടുന്നു. ഇനി ആരും ഇവിടേക്ക് വരരുതെന്നും പറഞ്ഞു. ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് 75 വർഷമായിരിക്കുന്നു. ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഫേൺഫീൽഡ് സ്കൂളിലെ മിസ്സായിട്ടുള്ള മിസ്സിസ് കരോൾ. ഈ കഥ കേൾക്കാനായി നമ്മുടെ ബഡ്ഡീസും അവിടെ നിൽപ്പുണ്ടായിരുന്നു. മിസ്സിസ് കരോൾ ഇതൊക്കെ ചുമ്മാ പറയുന്ന പഴങ്കഥകളാ എന്ന് പറഞ്ഞ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ബഡ്ഡീസ് അവിടെ തന്നെ നിൽക്കുവാണ്. കൂട്ടത്തിലെ ബീഡോഗിന് വല്ലാത്തൊരു പേടി. എല്ലാവരും അവനെ പേടിത്തൊണ്ടൻ എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ ആഹാ അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് ബീഡോഗ് ധൈര്യം തെളിയിക്കാനായി ഈ കോട്ടയ്ക്കകത്തേക്ക് കയറി. അവൻ ആപത്തൊന്നും വരാതിരിക്കാൻ ബാക്കി എല്ലാവരും കൂടെ കയറുകയാണ്. അവിടെ പിപ്പിന്റെ ആത്മാവ് ഇവരെ കണ്ട് അല്ല 5 ഒരേ രക്തമുള്ള പട്ടിക്കുട്ടികളാണെങ്കിലോ ഇവരെന്തെങ്കിലും ഇനി ആപത്ത് ചെയ്തു വെച്ച് അവറ്റകളെ പുറത്തേക്ക് കൊണ്ടുവരുമോ എന്നുള്ള പേടി പറയുന്നുണ്ട്. ബീഡോഗ് ഈ കോട്ടയുടെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുന്നു. മിസ് ഇപ്പൊ കുട്ടികളെ കൊണ്ടുപോയിരിക്കുന്നത് അവിടുത്തെ സെമിറ്റേരിയിലേക്കാണ്. അവിടെ ഒരാൾ കുഴി തോണ്ടുന്നത് കണ്ട് നമ്മുടെ ബീഡോഗിന്റെ ഓണറായ ബില്ലി ഇയാൾ എന്താ ഇങ്ങനെ വല്ലാതെ പേടിപ്പെടുത്തുന്ന നോട്ടം നോക്കുന്നതെന്ന് ചോദിക്കുന്നു. ഈ സമയം നമ്മുടെ ബഡ്ഡീസ് കോട്ടയിലെ ആ മാന്ത്രിക കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. പിപ്പിന്റെ ശബ്ദം കേട്ട എല്ലാ പട്ടിക്കുട്ടികളും പേടിച്ചോടിയെങ്കിലും ബീഡോഗ് അവിടെ തന്നെ നിൽക്കുന്നു. അറിയാതെ അവൻ 3 തവണ ഹാലോവിൻ ഹൗണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറയണോ പുകില്, അവര് പുറത്തു വരാനായിട്ടുള്ള ഏക വഴി ഇങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ ആരെങ്കിലും 3 തവണ ഹാലോവിൻ ഹൗണ്ട് എന്ന് പറയണമായിരുന്നു. ഇന്ന് പോരാത്തതിന് ഹാലോവീനുമാണ്. രാത്രിയായി കഴിഞ്ഞ ആ ദുഷ്ടജന്തുക്കൾ പുറത്തേക്ക് വരികയും ചെയ്യും. ഇതൊന്നും അറിയാതെ അവര് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇന്നത്തെ 1 ഡേ ട്രിപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞ നമ്മുടെ മിസ് കുട്ടികളോട്, ബില്ലിയോട് പ്രത്യേകിച്ച്, നിന്റെ പ്രൊജക്ട് എന്തായി, നിനക്ക് ഹാലോവിൻ ഹൗണ്ടിനെ പറ്റിയല്ലേ എഴുതാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ അക്കാര്യം ഓർമ്മ പോലും വരുന്നത്. ഇന്ന് ഹാലോവിൻ ആണല്ലോ, അപ്പൊ കുറെ കാര്യങ്ങൾ തപ്പിത്തിരയാം. പിന്നെ എന്തായാലും ഇന്ന് കേട്ട കഥയിൽ നിന്ന് അന്ന് അക്കാലത്തുള്ള ഹാലോവിൻ നൈറ്റിലെ എന്തെങ്കിലും കേസ് രേഖകൾ ഉണ്ടെങ്കിൽ അത് തന്നെ പ്രൊജക്ടിനെ സഹായിക്കുമല്ലോ എന്ന് കരുതി നമ്മുടെ ബില്ലിയും കൂട്ടരും ഡെപ്യൂട്ടി ഡാനിനരികിലേക്ക് ചെന്ന് അന്നത്തെ കേസ് ഫയൽ വാങ്ങുന്നു. കൂടെ വാർലോക്കിന്റെ മാന്ത്രിക വടിയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതും അവർ കൈക്കലാക്കുകയാണ്. ശേഷം ഡെപ്യൂട്ടി ഡാനിനോട് ഇന്ന് വൈകിട്ട് പാർട്ടിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഇവര് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അന്ന് ഹാലോവിൻ നൈറ്റിൽ ഫേൺഫീൽഡിൽ വെച്ച് ഒരുപാട് പാർട്ടികളും ഗെയിമുകളും ഒക്കെ നടക്കും. പാർട്ടിക്ക് പങ്കെടുക്കാനായി ധരിക്കാൻ എന്തെങ്കിലും ഡ്രസ്സ് അമ്മയോട് എടുത്തു വെക്കാൻ ബില്ലി പറഞ്ഞിരുന്നു. അമ്മയാണെങ്കിൽ സ്പൂക്കി ഡ്രസ്സിന് പകരം നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബണ്ണി ഡ്രസ്സ് എടുത്തു വെച്ചു.
ബില്ലിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവന്റെ കയ്യിലാണെങ്കിൽ വാർലോക്കിന്റെ മാന്ത്രിക വടിയുണ്ട്. അപ്പൊ പാർട്ടിക്ക് പങ്കെടുക്കാൻ വാർലോക്കായി വേഷം മാറാമെന്ന് ബില്ലി തീരുമാനിക്കുകയാണ്. ഇവന്റെ കയ്യിലെ കേസ് ഫയലിൽ നിന്ന് ജോസഫിനെയും അതുപോലെ വാർലോക്കിന്റെ ഒരു രേഖാചിത്രവും നമ്മുടെ ബില്ലി കാണുന്നുണ്ട്. അന്ന് സന്ധ്യ ആയ സമയത്ത് സ്കിപ്പ്, റോഡ്നി എന്ന പേരുള്ള 2 പയ്യന്മാര് ആ ഒരു ഡ്രാക്കുള കോട്ടയിലേക്ക് ആരും കാണാതെ കയറിയിരിക്കുവാണ്. അന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അതിനു പുറത്താണ് ഇവർ അവിടേക്ക് കയറിയിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് അവിടെ പിപ്പിന്റെ ആത്മാവും ഉണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ നമ്മുടെ ബഡ്ഡീസിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആലീസ്, ബില്ലി, പീറ്റ്, സാം, ബട്ടിൽബി ഇവർ 5 പേരും ചേർന്ന് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ധരിച്ച് അവർക്ക് ട്രിക്ക് ആൻഡ് ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ട്, അത് നടത്തിക്കുവാണ്. ഈ സമയം സ്കിപ്പും റോഡ്നിയും ആണെങ്കിൽ ഈ കോട്ടയിൽ നോക്കി ഒരുപാട് മാന്ത്രിക പോഷൻസ് കാണുന്നുണ്ട്. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന അതേ സമയത്ത് വാർലോക്കും ഹാലോവിൻ ഹൗണ്ടും അവിടെ പുനർജനിക്കും എന്നുള്ളത് ഇവർക്കറിയില്ലല്ലോ. വാർലോക്കും ഹാലോവിൻ ഹൗണ്ടും ആ മാന്ത്രിക കണ്ണാടിയിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി എന്റെ മാന്ത്രിക വടിയും മാന്ത്രിക പുസ്തകവും എവിടെ, നിങ്ങളല്ലേ അതെടുത്തതെന്ന് ചോദിച്ച് സ്കിപ്പിനെയും റോഡ്നിയെയും 2 എലിക്കുട്ടന്മാരായി മാറ്റുകയാണ്. എലികളായ ഇവരെ ഒരു പൂച്ച പിടിക്കാനും വരുന്നുണ്ട്. ഹാലോവിൻ ഹൗണ്ടും വാർലോക്കും ഈ കോട്ട വിട്ട് പുറത്തേക്ക് കടക്കുകയാണ്. ഇവര് പുറത്ത് കടന്നതോട് കൂടിയിട്ട് പിപ്പിന്റെ ആത്മാവിനും പുറത്ത് കടക്കാനായി സാധിക്കും. ആ ഒരു മാന്ത്രിക വടിയും മാന്ത്രിക പുസ്തകവും കണ്ടെത്തി നരകത്തിലെ ഭൂതപ്രേത പിശാചുക്കളെ പുറത്തേക്ക് കൊണ്ടുവരിപ്പിക്കണം. അതിനു വേണ്ടിയാണ് ഇവരിപ്പോ ഈ സ്ട്രീറ്റിലേക്ക് നടക്കുന്നത്. ഈ കുട്ടികളാണെങ്കിൽ ട്രിക്ക് ആൻഡ് ട്രീറ്റ് എന്ന് പറയുന്ന ഗെയിമിന്റെ സംബന്ധമായിട്ട് ഓരോരോ വീടുകളിൽ പോയി വീട്ടുകാരെ പേടിപ്പിച്ച് ട്രീറ്റ് കൈവശപ്പെടുത്തണം. വാർലോക്കും ഹൗണ്ടും നോക്കുമ്പോൾ സ്ട്രീറ്റിലെ മുഴുവൻ ഭൂതങ്ങളും പ്രേതങ്ങളും ഒക്കെയാണ്. ഇവരറിയാതെ ഇവറ്റകൾ എങ്ങനെ പുറത്തു ചാടിയെന്ന് വാർലോക്ക് ചിന്തിക്കുന്നുണ്ട്. ബഡ്ഡീസും ടീംസും ആദ്യം ട്രിക്ക് ആൻഡ് ട്രീറ്റ് കളിക്കാനായി അവരുടെ മിസ്സിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഈ കുട്ടികൾക്കും അവരുടെ ഡോഗ്സിനും എല്ലാവർക്കും ട്രീറ്റൊക്കെ കൊടുക്കുകയാണ് ആ മിസ്. ഇപ്പോ ഫേൺഫീൽഡ് നോക്കുവാണെങ്കിൽ ഫുൾ ഒരു സ്പൂക്കി ടച്ച് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ പിപ്പും ഇപ്പോൾ സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്നതൊക്കെ വേഷം കെട്ടാണെന്നും ഇതൊരു തരം ഫെസ്റ്റിവൽ ആണെന്നും നമ്മുടെ പിപ്പിന് മനസ്സിലായി. എന്നാലും ആ പട്ടിക്കുട്ടികളെ വാൺ ചെയ്യണം. വാർലോക്കും ഹാലോവിൻ ഹൗണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറയണം. കാരണം അവർ 5 പേരും ഒരേ രക്തമുള്ള പട്ടിക്കുട്ടികളാണ്. ഇവരെ പിടിച്ചോണ്ടുപോയി അവർക്ക് വീണ്ടും ആ ആചാരം പ്രവർത്തിക്കാം. എന്നാൽ പിപ്പിനെ കണ്ടതും ഈ പട്ടിക്കുട്ടികൾ പേടിച്ചു പോകുവാണ്. ഇതിനോടകം നമ്മുടെ ഹൂട്ട് ബില്ലിയുടെ കയ്യിലിരിക്കുന്ന വാർലോക്കിന്റെ മാന്ത്രിക വടി കാണുന്നുണ്ടായിരുന്നു. ഹൗണ്ട് ആണെങ്കിൽ ഈ പട്ടിക്കുട്ടികളെയും കാണുന്നുണ്ട്. നമ്മുടെ പിള്ളേര് വന്ന് നേരെ വരുന്നത്, നമ്മുടെ പിള്ളേര് അവസാനം വന്ന് നിൽക്കുന്നത് ആ കുട്ടി ജോസഫിന്റെ വീടിന്റെ മുന്നിലേക്കായിട്ടാണ്. ഇവിടെ ആളുണ്ടോ എന്നൊന്നും അറിയില്ല, നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറുന്നു. ബില്ലി പറഞ്ഞു അക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 75 വർഷമായി ഇവിടെ ആരും കാണില്ല എന്ന്. എന്നാൽ സെമിറ്റേരിയിൽ വെച്ച് ഇവര് കണ്ട് പേടിപ്പിച്ച അതേ വൃദ്ധൻ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിലെ മാന്ത്രിക വടി കണ്ട ആ വൃദ്ധൻ അത് എനിക്ക് തന്നിട്ട് പോയെന്ന് പറയുന്നു. കുട്ടികൾ ആ വൃദ്ധനെ കണ്ട് ഇവിടെ നിന്ന് പേടിച്ചോടി. ഈ സമയത്ത് ഹൂട്ട് വാർലോക്കിനോട് വന്ന് നിങ്ങളുടെ മാന്ത്രിക വടി ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അയാളത് മൈൻഡ് ചെയ്യാതെ നേരെ ചെല്ലുന്നത് ഈ മിസ്സിന്റെ വീട്ടിലേക്കായിട്ടാണ്. മണ്ടൻ വാർലോക്ക് കരുതിയിരിക്കുന്നത് ഇവിടെയുള്ളവരെല്ലാവരും തന്നെ പ്രേതങ്ങളാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്നുള്ള സത്യം ഹൂട്ടിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഹൂട്ട് വാർലോക്കിനോട് കാര്യം പറഞ്ഞു. അപ്പോഴേക്ക് നമ്മുടെ പിള്ളേരാണെങ്കിൽ എന്തായാലും അത് പറയുന്നത് സത്യമാണെങ്കിലോ എന്ന് പറഞ്ഞ് ഇത് സത്യമാണോ എന്നറിയാനായി ഇവരുടെ കൂട്ടത്തിലെ ഇങ്ങനെ നോക്കലു വിദഗ്ധനായിട്ടുള്ള സെൽഡ എന്ന പട്ടിക്കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. വാർലോക്ക് ഈ കുട്ടികളെ തപ്പിപ്പോവാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ കുട്ടികളെ ഇവർ കണ്ടു. ബില്ലിക്ക് മനസ്സിലായി, ദേ ഈ രേഖാചിത്രം കണ്ടില്ലേ, ഇത് യഥാർത്ഥത്തിലുള്ള വാർലോക്കാണെന്ന്. ഈ മാന്ത്രിക വടിയിൽ നിന്ന് ഒരു പ്രത്യേക ലൈറ്റ് പുറത്തേക്ക് വന്ന് വാർലോക്കിനെ ഇവിടെ നിന്ന് തട്ടിത്തെറിപ്പിക്കുന്നതും കാണാം. അപ്പോ ശരിക്ക് വാർലോക്കൊക്കെ സത്യമാണോ? അത് പുറത്തോട്ട് വന്നു. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് അല്ലെങ്കിൽ ഫേൺഫീൽഡിൽ തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കാം എന്ന് പറയുന്നു. വാർലോക്ക് ആ മാന്ത്രിക വടി നേടിയെടുക്കാൻ വേണ്ടി മിസ് കരോൾ, അതായത് ആ മിസ്സിന്റെ ഹസ്ബൻഡിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അതിനോട് ആ ഒരു മാന്ത്രിക വടി കുട്ടികളുടെ കയ്യിൽ നിന്ന് എനിക്ക് നേടിത്തരണം എന്ന് പറഞ്ഞു വിടുകയാണ്. ശേഷം ഹൂട്ടിനോട് ചേർന്ന് എനിക്കെന്റെ മാന്ത്രിക പുസ്തകം വേണം, അത് കണ്ടെത്തണമെന്നും പറയുന്നു. നമ്മുടെ ബഡ്ഡീസ് സെൽഡ എന്ന പട്ടിയുടെ അടുത്തേക്ക് വരുന്നു. ഈ പട്ടി ഒരു ഗ്ലോബൊക്കെ നോക്കി കാര്യങ്ങൾ ഗണിച്ചു പറഞ്ഞു കൊടുക്കുന്ന ഒരു കൂട്ടത്തിലുള്ള പട്ടിയാണ്.
ശേഷം സെൽഡ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ നേരത്തെ കണ്ട ഗോസ്റ്റ് അത് ഹാലോവിൻ ഹൗണ്ട് ആവാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അപ്പോഴേക്ക് പിപ്പിന്റെ ഗോസ്റ്റ് അവിടേക്ക് വന്ന്, ഞാനല്ല ഹൗണ്ട്, ഞാൻ പിപ്പാണ്. നിങ്ങൾ ആ കഥയിൽ വായിച്ചിട്ടില്ലേ, എന്റെ ആത്മാവാണ് അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്ന്. നിങ്ങളോടൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. ഇന്ന് രാവിലെ ബീഡോഗ് വന്ന് 3 തവണ ഹാലോവിൻ ഹൗണ്ട് എന്ന് പറഞ്ഞതും ഇപ്പൊ ഹൗണ്ടും വാർലോക്കും പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ 5 പേരും ഒരേ ബ്ലഡുള്ള പട്ടിക്കുട്ടികളല്ലേ. നിങ്ങളെ ഹൗണ്ട് പിടിച്ചോണ്ട് പോവും. ശേഷം നരകത്തിന്റെ വാതിൽ തുറന്ന് ഭൂതപ്രേത പിശാചുക്കളെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോഴേക്ക് ഇവരുടെ മണം പിടിച്ച ഹാലോവിൻ ഹൗണ്ട് ഈ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ബഡ്ഡീസ് സെൽഡയുടെ കൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. കുട്ടികള് ഈ സത്യം ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ. അതിനുവേണ്ടി ഡെപ്യൂട്ടി ഡാൻ അവിടെ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. അവിടേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മാന്ത്രിക വടി കൈക്കലാക്കാനായി മിസ്റ്റർ കരോൾ ഇറങ്ങിത്തിരിഞ്ഞ് നടന്ന് അവസാനം ഈ പാർട്ടിയിലേക്ക് തന്നെ വരികയാണ്. അവന്റെ പിറകെ വന്ന വാർലോക്കും ഇതേ പാർട്ടിക്ക് തന്നെ വരുന്ന സമയത്താണ് ഇവിടെയുള്ളവരെല്ലാവരും വേഷം കെട്ടി നടക്കുകയാണെന്നും ആരും തന്നെ പ്രേതങ്ങളല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. മണ്ടനല്ലേ. ഈ സമയത്ത് നമ്മുടെ ബഡ്ഡീസും സെൽഡയും ഇക്കാര്യം ആദ്യം അറിയിക്കാൻ പോകുന്നത് അവിടുത്തെ പട്ടി സാറിനോടാണ്. അതായത് പോലീസ് നായ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള പോലീസ് നായയോട്. പക്ഷെ ഇതാണെങ്കിൽ ഒരു പേടിത്തൊണ്ടനായിരുന്നു. നമ്മുടെ ഹാലോവിൻ ഹൗണ്ടിനെ കണ്ടതും യു ആർ അണ്ടർ അറസ്റ്റ് എന്നാണ് ഈ പോലീസ് നായ പറയുന്നത്. ഇതിന്റെ വായിലുള്ള ആ പ്രത്യേക തരത്തിലെ വായു ഉപയോഗിച്ച് നമ്മുടെ പോലീസ് നായയെ ഒരു ശിലയാക്കി ഹാലോവിൻ ഹൗണ്ട് മാറ്റുന്നു. പിന്നീട് നമ്മൾ പാർട്ടിക്കിടയിലെ കാഴ്ചകൾ കാണുവാണ്. മിസ്റ്റർ കരോള് ഇത്തരത്തിൽ ഹിപ്നോട്ടൈസ്ഡ് ആണെന്ന് ആ മിസ്സിന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കോസ്റ്റ്യൂം കോമ്പറ്റീഷന് പങ്കെടുക്കെന്ന് പറഞ്ഞ് അയാളെ ഉന്തിത്തള്ളി സ്റ്റേജിലേക്ക് വിടുകയാണ് ആ ടീച്ചർ. ആ സമയത്താണ് നമ്മുടെ ബില്ലി അവിടേക്ക് വന്ന് ഡെപ്യൂട്ടി ഡാനിനോട്, ദേ ഈ നിൽക്കുന്നത് വാർലോക്കാണ്, യഥാർത്ഥത്തില് വാർലോക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നു. ബില്ലിയെ പിടിച്ച വാർലോക്ക് അയാളുടെ മാന്ത്രിക വടി കൈക്കലാക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഡെപ്യൂട്ടി ഡാനിനെ പിടിച്ച് ഒരു കുരങ്ങച്ചനാക്കി മാറ്റുന്നു. ഇതൊക്കെ കണ്ട് ആളുകൾ എല്ലാവരും ഹാലോവിൻ ട്രിക്ക് എന്നൊക്കെ പറഞ്ഞ് കൈ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വാർലോക്ക് യഥാർത്ഥമാണെന്ന് മനസ്സിലായ ഈ കുട്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കുകയാണ്. അന്നേരം നമ്മുടെ ജോസഫ്, അതായത് ആ ഒരു അപ്പൂപ്പന്റെ പേര് ജോസഫ് എന്നാണ്, ജോസഫ് വന്ന് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. ഹാലോവിൻ രാത്രി കഴിയുന്നതിന് മുൻപായി പിപ്പിന്റെ ആത്മാവ് അതിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു കയറിയില്ല എങ്കിൽ ഒരിക്കലും അതിന് സാധിക്കില്ല എന്ന് സെൽഡ പറഞ്ഞതോടുകൂടി ഇവന്റെ ഈ ശില്പം ഇരിക്കുന്ന സെമിറ്റേരിയിലേക്ക് ബഡ്ഡീസുമായിട്ട് ഇവർ വന്നിരിക്കുകയാണ്. അങ്ങനെ പിപ്പ് അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വന്നു. വാർലോക്കിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താനായി ജോസഫ് അപ്പൂപ്പൻ ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ട് നേരെ പള്ളിയിലേക്ക് വരികയാണ്. ഇതിനകത്തേക്ക് വാർലോക്കിന് കയറാൻ സാധിക്കില്ല. അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മാന്ത്രിക പുസ്തകം അതെന്റെ കയ്യിലാണ്. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ജോസഫിന്റെ ഫോട്ടോ ഇല്ലേ, അത് യഥാർത്ഥത്തിൽ ഞാനാണ്, എന്റെ പട്ടിക്കുട്ടിയാണ് പിപ്പ് എന്നൊക്കെ അപ്പൂപ്പൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയത്ത് ബഡ്ഡീസിനരികിലേക്ക് ഹാലോവിൻ ഹൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹാലോവിൻ ഹൗണ്ടിനെ കണ്ട നമ്മുടെ ഹൂട്ട് വാർലോക്കിനോട് പോയിട്ട് 5 ഒരേ രക്തമുള്ള പട്ടിക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഇനി മാന്ത്രിക പുസ്തകം എടുത്ത് എന്റെ അരികിലേക്ക് വരണമെന്ന് പറയുകയാണ്. ഈ സമയം അപ്പൂപ്പനാണെങ്കിൽ വാർലോക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഒരിക്കലും ഇത് അവന്റെ കയ്യിൽ കിട്ടാൻ പാടില്ല. പിന്നെ ഇതും മാന്ത്രിക വടിയും 5 ഒരേ രക്തമുള്ള പട്ടിക്കുട്ടികളെയും കിട്ടിയാലാണ് അയാൾക്ക് കാര്യം നടക്കുമെന്ന്. പക്ഷേ ഇവരുടെ ബഡ്ഡീസ് അവരുടെ കയ്യിൽ അകപ്പെട്ട് കാണും എന്നുള്ളൊരു പേടി ഈ കുട്ടികൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ വാർലോക്ക് കുട്ടികളുടെ അടുത്ത് വന്ന്, നിങ്ങളുടെ പട്ടികളെ വേണമെങ്കിൽ നിങ്ങൾ ഈ പുസ്തകവുമായി കോട്ടയിലേക്ക് വരണമെന്ന് പറയുന്നു. ശേഷം എല്ലാവരും കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. വാർലോക്കിന് വല്ലാത്ത സന്തോഷമാണ്. കാരണം ഈ പട്ടികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഈ പുസ്തകം കൈക്കലാക്കാൻ വേണ്ടി അയാൾക്ക് സാധിക്കുമല്ലോ. അന്നേരമാണ് സ്കിപ്പും റോഡ്നിയുമായിട്ടുള്ള ആ ഒരു എലികള് വാർലോക്കിന് എങ്ങനെയെങ്കിലും പണി കൊടുക്കണമല്ലോ. അയാളുടെ ഉടുപ്പിനകത്ത് കയറി പുള്ളിക്കാരനെ ഇക്കിളിയിട്ട് മന്ത്രം തെറ്റിച്ചു കളയുകയാണ്. ഈ സമയത്ത് ഹാലോവിൻ ഹൗണ്ട് ആ എലികളെ പിടിക്കാൻ പോയ അതേ നേരത്ത് നമ്മുടെ ബഡ്ഡീസ് ആണെങ്കിൽ അവിടെ ഇരുന്ന ഹൂട്ടിനോട്, ജീവിതത്തില് ഒരേ ഒരു നല്ല കാര്യമെങ്കിലും നിനക്ക് ചെയ്യണ്ടേ, നീ എപ്പോഴും വാർലോക്കിന്റെ അടിമയായിരുന്നാ മതിയോ, അയാൾ ഇല്ലാത്ത സമയത്ത് നീ എത്ര സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹൂട്ട് ഇവരെ തുറന്നു വിടാനായിട്ട് സമ്മതിക്കുവാണ്. എലികളെ കിട്ടാതെ നമ്മുടെ ഹൗണ്ട് നാണം കെട്ട് തിരിച്ചു വരുമ്പോഴാണ് ഹൂട്ട് ഇവിടെ ബഡ്ഡീസിനെ റിലീസ് ചെയ്തത് കാണുന്നത്. നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലെന്ന് ആ വാർലോക്ക് മണ്ടനോട് ഞാൻ പറഞ്ഞതാണെന്ന് ഹൗണ്ട് പറയുകയും ഇവറ്റകളെ വീണ്ടും ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് കണ്ട പിപ്പ്, എന്റെ സഹോദരങ്ങളുടെ ആത്മാവ് നിന്റെ കൈവശം ഇപ്പോഴുമില്ലേ, ഇനി എന്റെ ആത്മാവിനെ കൂടി നീ എടുത്തു, എന്നിട്ട് ഈ പാവം പിടിച്ച പട്ടികളെ വെറുതെ വിടണമെന്ന് പറയുന്നു. ഇത് കേട്ടതും ഹൗണ്ട് ഉടനടി പിപ്പിനെ ഒരു ശിലയാക്കി മാറ്റി അതിന്റെ ആത്മാവിനെ ഊറ്റിയെടുക്കുകയാണ്.
ഈ തക്കത്തിന് നമ്മുടെ ബഡ്ഡീസ് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ശേഷം 5 ആത്മാക്കളും കൈവശമുള്ള നമ്മുടെ ഹൗണ്ട് മാന്ത്രിക കണ്ണാടിയുടെ അരികിലേക്ക് വന്ന് നരകത്തിന്റെ വാതിൽ തുറന്ന് ഭൂതപ്രേത പിശാചുക്കളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴേക്ക് നമ്മുടെ കുട്ടികളും ജോസഫ് അപ്പൂപ്പനും കൂടിയിട്ട് ഈ വശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഹാലോവീൻ നൈറ്റില് എല്ലാവരും ആഘോഷത്തിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സകല സാധനങ്ങൾക്കും ഇപ്പോൾ ഭൂതം പ്രേത പിശാചുകളെ കൊണ്ട് ജീവൻ വന്നിരിക്കുന്നു. അവിടുത്തെ ആളുകളുടെ ദേഹത്തൊക്കെ തന്നെ ഇത്തരത്തിലെ ഓരോ നെഗറ്റീവ് എനർജി കയറിയിട്ടുമുണ്ടായിരുന്നു. അപ്പോഴാണ് വാർലോക്ക് ഇവിടെ കോട്ടയ്ക്കകത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്ന അപ്പൂപ്പനെയും പിള്ളേരെയും കാണുന്നത്. നിങ്ങൾ വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങളുടെ പട്ടികളെ തന്നാലേ ഈ ബുക്ക് നിങ്ങൾക്ക് തരൂ എന്ന് വാർലോക്കിനോട് ഇവർ പറയുകയാണ്. പട്ടികൾ ഇവിടെ എവിടെയെങ്കിലും കാണും എന്നവര് പറഞ്ഞു. ശേഷം നമ്മുടെ ജോസഫ് അപ്പൂപ്പനെ അവിടെ തളർത്തിയിട്ടതിന് ശേഷം ആ ഒരു പുസ്തകവുമായിട്ട് വാർലോക്ക് ഇവിടെ നിന്ന് കടന്നു കളയുകയാണ്. അപ്പോഴേക്ക് കോട്ടയ്ക്കകത്തേക്ക് ആ ഭൂതപ്രേത പിശാചുകളായിട്ടുള്ള മനുഷ്യന്മാര് വന്നു തുടങ്ങിയിരിക്കുന്നു. മന്ത്രപുസ്തകം തുറന്നപ്പോഴാണ് വാർലോക്കിന് തെറ്റുപറ്റിയത് മനസ്സിലാവുന്നത്. മന്ത്രപുസ്തകത്തിന് പകരം വാർലോക്കിന് ബൈബിള് കൊടുത്ത് ഇവര് പറ്റിക്കുകയായിരുന്നു. ദുർമന്ത്രവാദിയല്ലേ, ബൈബിള് കണ്ടതും അവൻ ബോധം കെട്ട് വീണു. ഈ സമയത്ത് ഹാലോവിൻ ഹൗണ്ട് ആണെങ്കിൽ അന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആത്മാക്കളെ കൊണ്ടാണ് കുറച്ച് ഭൂതങ്ങളെ അവർ പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടിപ്പിള്ളേരുടെ കൂടെ ആത്മാവിനെ വലിച്ചെടുത്ത് എല്ലാ ഭൂതങ്ങളെയും കൊണ്ടുവരാനായി ഇവരുടെ അടുത്തേക്ക് വന്നപ്പോഴേക്ക് അവൻ പ്രയോഗിച്ച ആ ഒരു മാന്ത്രിക വാതകത്തിന് നേരെയായിട്ട് നമ്മുടെ ബട്ടർ ബോൾ ഒരു വിഷവാതകം പുറത്തേക്ക് തട്ടിക്കൊടുത്തു. കാര്യം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ഹാലോവിൻ ഹൗണ്ട് തന്നെ ഒരു കല്ലായിട്ട് മാറുന്നു. ഇപ്പൊ നമ്മുടെ ബില്ലിയോട് ജോസഫ് വന്ന് പറഞ്ഞു, ദേ ഈ മാന്ത്രിക പുസ്തകം നോക്കി നീ പെട്ടെന്ന് ആ മന്ത്രം വായിക്കുക. ഇവിടെ റിലീസായി പോയിരിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളെല്ലാം തന്നെ തിരിച്ചു വന്ന് കയറട്ടെ എന്ന്. ഹാലോവിൻ നൈറ്റ് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് ബില്ലി ആ മന്ത്രം ജപിച്ച് കഴിഞ്ഞതും പുറത്തേക്ക് വന്ന എല്ലാ ഭൂതങ്ങളും മാന്ത്രിക കണ്ണാടിയുടെ അകത്തേക്ക് കയറുകയും അതുപോലെ വാർലോക്കും ഹാലോവിൻ ഹൗണ്ടും അകത്തേക്ക് പോവുകയും ചെയ്തു. ശേഷം അവന്റെ ഈ മാന്ത്രിക വടി നമ്മുടെ ജോസഫ് അപ്പൂപ്പൻ തല്ലി പൊട്ടിച്ച് കളഞ്ഞപ്പോൾ അവൻ അതുവരെ കല്ലാക്കി വെച്ചിരുന്ന ആൾക്കാരും അതുപോലെ ഓരോരോ റോഡൻസ് ആക്കി മാറ്റി വെച്ചിരുന്ന ആൾക്കാരും എല്ലാവരും പഴയ പോലെ തന്നെയായി മാറുകയാണ്. ഇപ്പൊ നമ്മുടെ പിപ്പിനെ ജോസഫ് അപ്പൂപ്പന് തിരികെ കിട്ടുകയും ചെയ്തിരിക്കുന്നു. അത്രയും നാള് 75 വർഷത്തോളം പ്രേതബാധയുണ്ടെന്ന് സംശയിച്ചിരുന്ന ആ വീടിനുള്ളിൽ നിന്ന് സേഫ് ആയിട്ട് ഇവർ പുറത്തോട്ടിറങ്ങി വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഫേൺ ഫീൽഡിലെ ആൾക്കാരെല്ലാവരും അവരെ സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിപ്പിന്റെ സഹോദരന്മാരായിട്ടുള്ള പട്ടിക്കുട്ടികളും ഇപ്പൊ ഇവരുടെ കൂടെയുണ്ട്. അപ്പൊ അവരുടെ ഓണേഴ്സിനടുത്തേക്ക് ജോസഫും പിപ്പും ചേർന്ന് ഒരു ലോകയാത്ര നടത്തി അവരെ ഏൽപ്പിക്കാൻ പോകുന്നതാണ്. അപ്പൊ ഇവർക്ക് ടാറ്റ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഡ്ഡീസും അവരുടെ ഓണേഴ്സും നല്ല ഹാപ്പി ആയിട്ട് ഫേൺ ഫീൽഡിൽ നിൽക്കുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് 2011 പുറത്തിറങ്ങിയ സ്പൂക്കി ബഡീസ് എന്ന ഈ മനോഹരമായ ചിത്രം അവസാനിക്കുന്നത്.